ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളുള്ളത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് ഇവിടെ മറൈൻ വേൾഡ് എക്സ്പോ ആണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഇവനും ഉണ്ട്. അപ്പൊ ഇതെവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ കഴക്കൂട്ടത്ത് ജിഞ്ചർ ഹോട്ടലുണ്ട്, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇനി പോയി പാസ്സൊക്കെ എടുക്കണം. അപ്പൊ ഞാൻ പോയി പാസ്സൊക്കെ എടുത്തിട്ട് വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 150 രൂപയാണ് ഇവിടെ ഒരു ആൾക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്. കയ്യിൽ കെട്ടണം, ഇങ്ങനെ കയ്യിൽ പോലെ അതിലൊരു സ്റ്റിക്കർ ഉണ്ടോ, അതങ്ങനെ വെച്ചിട്ട് അങ്ങ് കെട്ടി വെച്ചിട്ടാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ടിക്കറ്റ് വരുന്നത്. ഇത് കെട്ടിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. ഏതുകൊണ്ട് അവിടെ ക്യൂ നിന്നിട്ട് വേണം കയറാൻ. അത്യാവശ്യം ക്യൂ ഉണ്ട്. ഗൈസ് എല്ലാരും കെട്ടി കൊള്ളാം. മറൈൻ വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ടിക്കറ്റ് കാണുന്നത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ്. നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ്. ഓ, ഇവിടെ AC ആണെന്ന് കേട്ടോ, നല്ല തണുപ്പ്. ഇതെന്തോടെ വെള്ളച്ചാട്ടോ? ഹായ് മീനുകള്. എന്നിട്ട് ഗോൾഡ് ഫിഷാ, ചെമ്പല്ലി. ഗൈസ്, നമ്മളപ്പോൾ കയറി കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്ന സെക്ഷനാണ് ഇത്. ഇവിടെ ബേഡ്സിനെയൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരുടെ ഒക്കെ പുറത്തൊക്കെ വന്നിരിക്കുന്നതായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒന്നും നമ്മൾ അടുത്തോട്ട് പോലും വന്നിട്ടില്ലായിരുന്നു. ഗൈസ് താണ്ട് ഇവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഇങ്ങനെ ഫുഡൊക്കെ തിന്നോണ്ടിരിക്കുകയാണ്. ബേഡ്സിന്റെ ഫുഡായിരിക്കും. സെൽഫി പോയിന്റ്. ഇവിടെ വന്ന സെൽഫി ഒക്കെ എടുക്കാം. എടാ, നിനക്ക് സെൽഫി എടുക്കണോ? അവിടെ പഴയ രാജാവിന്റെ ഒക്കെ കാലത്തുള്ള സൈക്കിളാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫി പോയിന്റ്, സെൽഫി ഒക്കെ എടുക്കാം. ഗൈസ് തൊണ്ട ഒരു കൂട്ടിൽ കുറച്ച് പൂച്ചകളൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്തോ. അതുകൊണ്ട് എനിക്കുണ്ടോ പൂച്ചയൊക്കെ ഉണ്ടോ? അതുകൊണ്ടോ പക്ഷെ അത് കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത്. ഗൈസ് പേർഷ്യൻ കാറ്റാണ് സംഭവം. മീനൊക്കെ ഇട്ടിട്ടുണ്ട്. നൈസ് അല്ലേ? കൈ വെച്ച് വയ്ക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇനി അകത്തോട്ട് കയറാൻ പോയി വേണം. ഇതാണ് അവര് പറഞ്ഞ അണ്ടർ വാട്ടർ മറൈൻ അക്വാ ഷോ. എങ്ങനെയുണ്ടാ? നൈസ്. ഇതെന്തോടെ കരിമീനാണെന്ന് തോന്നുന്നു. വാവ്. ഇവിടെ ഇതൊക്കെ എന്തൊക്കെ മീനാണെന്ന് പേരും കൂടെ എഴുതി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? എനിക്കാണെങ്കിൽ എൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഒരു ക്യൂട്ട് ഫിഷിനെ കാണിച്ചു തരാം. ഇതിന്റെ പേരറിയാന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ താഴോട്ട് നോക്കടാ, തടിയും മീനുകൾ ഇതിന്റെ. കൊള്ളാം. ഹലോ ഗൈസ്, ഇതെന്താണ്? എടാ, ഇതെന്തോടെ? ഇത് ഡോൾഫിൻ ആണെന്നോ പറയാണ്ടിട്ട്? ഡോൾഫിൻ അല്ല, അതുപോലെ മൂക്കൊക്കെ നീണ്ടൊരു മീനാണ് ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇത് കൊള്ളാം. പല കളറുള്ള മത്സ്യങ്ങൾ ഗൈസ്. ഈ വിഷയം ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. നല്ല രസമുണ്ട് കാണാൻ. ക്യാമറ കാണുന്നേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഒരു എൻട്രൻസിലുള്ളത്. ഇനിയാണ് നമ്മൾ ശരിക്കും അണ്ടർ വാട്ടറിന്റെ അകത്തോട്ട് പോണത്. ഒരു ടണൽ പോലെ ഉള്ളൊരു സെറ്റപ്പ് ഇനിയാണ് തുടങ്ങുന്നത്. ഷാർക്ക്. ഞാൻ ആദ്യം ഇത്രയും വലിയ ഷാർക്കിനെ കാണുന്നത്. കൊള്ളാം. നമ്മളിങ്ങനെ നടക്കുമ്പം നമ്മുടെ തലര മണ്ടേ കൂടെ സൈഡിൽ കൂടെ ഒക്കെ മീനൊക്കെ പോകുന്നത് കാണാമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. നല്ല രസമുണ്ടല്ലേ? എന്തായാലും എൻട്രൻസിനേക്കാളും കൊള്ളാം ഗൈസ്. ഇതുപോലെ ഈ ടണലിലൂടെയുള്ള നടത്തം. ഇതെന്തോ മീനാന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേരെന്ന് പറഞ്ഞൂടാ. ഞാനിത് വീട്ടിലൊന്നും വളർത്തിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിന്റെ പേരറിഞ്ഞൂടാ. നെത്തോലി. നെത്തോലി ഗൈസ്, ഇതാണ് നെത്തോലി. ഞാൻ ആദ്യമായിട്ടാണ് അതിന് ജീവനോടെ കാണുന്നത്. നീ കണ്ടിട്ടുണ്ടോ ഗൈസ്? അപ്പം നമ്മുടെ മീനിന്റെ ഒക്കെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഫുഡ് കോർട്ടും സ്റ്റാളുകളും ഒക്കെയാണ്. പിന്നെ ഒരു സ്ക്യൂബ ഡൈവിംഗ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്. ഹലോ ചേട്ടാ, എന്തിനെ കൊണ്ട് വിശേഷം? സോ തന്നെ ഓക്സിജൻ ഒക്കെ കിട്ടോ? ഓക്സിജൻ. ഗൈസ്, ഇത് ചിൽഡ്രൻസിനുള്ളതാണ്. അതായത് നിനക്കുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ബാവാ, ഇതൊക്കെ തേനീച്ച കാണിച്ചു തരാം. തേനീച്ച കൊത്തുന്നത് ഇങ്ങനെയാണ്. കൊത്തണല്ലേ ഇതിപ്പോ? കൊത്ത് തൊട്ടുകൂടാ. ആക്ച്വലി ഞാൻ ജസ്റ്റ് തൊട്ട് കാണിച്ചതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇത് കാണുന്നവരെ ശ്രദ്ധിക്കുക, ഇതൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ എൻ്റെ അമ്മ ആമോ നോക്കടാ. ഇത് തൊടാമോ എന്തോ?
അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 360 ഡിഗ്രിയിൽ സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നിങ്ങൾക്ക് റീൽസും ഷോർട്സ് ഒക്കെ ചെയ്യണ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതിയാവും. പക്ഷേ 50 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. നമ്മൾ നേരത്തെ എടുക്കുന്ന പാസ് ഇത് ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾ ജുറാസിക് പാർക്കിൻ്റെ ഒക്കെ ഒരു ഫാൻ ആണെങ്കിൽ ഇവിടെ ഡൈനോസർ ഉണ്ട്, വന്നാൽ മതി. നല്ല ക്യൂട്ട് സാധനമാണ്. ഡൈനോസറിൻ്റെ അടുത്ത് തന്നെ ഒരു ആനയെ നിൽപ്പുണ്ട്, നല്ല കൊമ്പൻ ആന. പിന്നെ ആനയുടെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു കടുവ നിൽപ്പുണ്ട്. ഇതെല്ലാം ആനിമേറ്റഡ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേവറേറ്റ് സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന സെക്ഷൻ വന്നത്, അതായത് റോബോട്ട് ഡോഗിൻ്റെത്. സത്യം പറഞ്ഞാൽ ഈ എക്സ്പോയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറയും അതുപോലെ തന്നെ സെൻസറും ഉണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഇത് വർക്കാവുന്നത്. ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടിനനുസരിച്ച് ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു. ചില സോങ്സൊക്കെ പ്ലേ ചെയ്യുമ്പോൾ എക്സാക്ട്ലി അതേ സെയിം സ്റ്റെപ്സ് തന്നെ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഒന്നേ കണ്ടോളെങ്കിലും ആക്ച്വലി ഇവിടെ ഇതുപോലെ 2 റോബോട്ട്സ് ഉണ്ട്. ഇതാണ് കടലിനടിയിലുള്ള വീടെന്നാണ് തോന്നുന്നത്. കാരണം അറ്റത്തൊക്കെ ഗോൾഫിനും മത്സ്യകന്യകയൊക്കെ ഉണ്ട്. നമ്മളിപ്പോ കയറിയിട്ട് ഏകദേശം അരമണിക്കൂറായില്ലേടാ? പിന്നെ എത്ര? ഒരു 15 മിനിറ്റ് ഒരു 15 മിനിറ്റ് ഒക്കെ ആവും. അപ്പൊ തന്നെ അക്വേറിയം സെക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മള് ഓരോ സ്റ്റാളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതുവരെ ഓക്കെ ആയിരുന്നു അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റോബോട്ടിൻ്റെതും പിന്നെ എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചെന്ന് വെച്ചാൽ മറ്റേ പൂച്ച വെള്ളത്തിൽ കിടക്കണവും അത്ര തന്നെയാണ്. പിന്നെ ടണല് കുറച്ച് ദൂരെ ഉള്ളായിരുന്നു, പക്ഷെ അത് അത്യാവശ്യം കൊള്ളായിരുന്നു. ഇതോട്ടത് കരിപ്പട്ടിയാ? കരിപ്പട്ടിയാണെങ്കിൽ എടുത്തോടാ, പാലക്കാടൻ കരിപ്പട്ടി. ജലദോഷത്തിന് നല്ല തുറന്ന കരിപ്പട്ടിയാണോ? നല്ല എരിവല്ലേ? നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുള്ള സെക്ഷൻ ഇതാണ്. 4 100 കൊച്ചുകുട്ടികൾക്കുള്ളതാ. എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും ഒരു തേൻമുട്ട വാങ്ങിച്ചിട്ടുണ്ട്. പഴയ ഓർമ്മകൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു നൊസ്റ്റ് ഓർമ്മ വന്ന്. ഈ ഒരു തേൻമുട്ട ഇടാൻ വേണ്ടിട്ട് എന്താണ് ഇത്ര വലിയ ബക്കറ്റ് അവര് തന്ന? ഇരിക്കട്ടെ, നമ്മള് വലിയ ആൾക്കാരാണ്. കൊടുത്ത് ബില്ലി ഇവിടെ കൊടുത്താൽ മതി. പൊട്ടിക്ക് ഇനി നമുക്ക് അത് തിന്ന് കിടക്കാം. പൊട്ടിയുടെ കടിച്ച് അടിപൊളി പണ്ടത്തെ ഒരു സാധനം. ചേട്ടാ ഇതൊക്കെ ഫോർ സെയിലാണോ? ഫോട്ടോ എടുക്കാനാ? എത്ര രൂപ? 100 രൂപ. ഇതാണ് കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത്, നഷ്ടമാണ് എനിക്ക് ഫീൽ ചെയ്തത്. 150 രൂപയ്ക്ക് പാസ് എടുത്ത് കയറിയാലും ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ 100 രൂപ വീണ്ടും എക്സ്ട്രാ കൊടുക്കണം. എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ എത്തിയടാ, ഫുഡ് കോർട്ടിലോട്ട് എത്തിയിരിക്കുന്നു. ഒന്നും വേണ്ട ബ്രോ. ഗൈസ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് കോർട്ട്. കൂടുതലായിട്ടും ചായ അങ്ങനത്തെ ഐറ്റംസ് ആണല്ലേ? ഫുഡ് ഐറ്റംസ്, ബീഫ്, കപ്പ, ബിരിയാണി, ചിക്കൻ കൊത്തു വരട്ട്, മീൻകറി എല്ലാം ഉണ്ട്. ഇപ്പോൾ മറൈൻ ഫെസ്റ്റിന്റെ ലാസ്റ്റ് സ്ഥലത്തോട്ട് എത്തിയിരിക്കുവാണ്. ലാസ്റ്റ് ഉള്ളത് ഗെയിം സോണാണ്. വളം എടുത്തെറിഞ്ഞ ഏതോണ വീണോ അത് നമുക്ക് എടുക്കാൻ പറ്റും. വേണ്ട. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ എക്സ്പോ ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മള് ഏകദേശം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത അവിടെ? ഒരു അരമണിക്കൂർ. ഏകദേശം അരമണിക്കൂർ സ്പെൻഡ് ചെയ്തേണ്ടി വന്നിട്ടുള്ളൂ. കൊച്ചു പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. 150 രൂപയ്ക്കൊന്നും ഉള്ളതൊന്നുമില്ല. എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ അണ്ടർ വാട്ടർ ടണലൊക്കെ കുറച്ചേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഒക്കെ നടക്കുമ്പോൾ തീരും അല്ലേ? ഇതിനേക്കാളും ഓണത്തിന് നമ്മളൊന്ന് കണ്ട ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പിന്നെ ആ ഒരു റോബോട്ട് അത് കരുതിയാണ് നമ്മൾ വന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ കുട്ടികളായിട്ടൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാതെ നമ്മൾ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് തോന്നിയത്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞങ്ങൾ സ്പോട്ട് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് കറക്റ്റ് സ്പോട്ട് വരുന്നത്. നമ്മുടെ ജിഞ്ചർ ഹോട്ടലിന്റെ താഴെ ഈ ഫ്ലൈ ഓവറിന്റെ ഒക്കെ താഴെയാണ് ഇത് നടക്കുന്നത്. പിന്നെ ഇവിടെ വരണവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അവധി ദിവസങ്ങളിൽ മാത്രമായിരിക്കും രാവിലെ 11 മണി തൊട്ട്. അല്ലാത്ത ദിവസം 2 മണി തൊട്ടായിരിക്കും. 2 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് രാവിലെ 11 മണി തൊട്ട് വരാം. അതായത് ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.